Hello friends, how are you? Welcome to part 2 of basic science. In part 1, we were discussed different factors related to plants' growth. Do you remember that? I think you made a list of seedlings from seeds and seedlings from other parts of the plant. Yes, the formation of seedlings from seeds are called sexual reproduction. അതായത് വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. Can you say some examples for this? Coconut, mango, paddy, pea, brinjal, etc. are the examples for sexual reproduction. But the formation of new plantlets from parts like root, stem and leaf are called vegetative propagation. അതായത് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല ഇവ മുളപ്പിച്ച് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കായിക പ്രജനനം. അതായത് ഇലയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നവയ്ക്ക് എക്സാമ്പിൾസ് ബ്രയോഫില്ലം അഥവാ ഇലമുളച്ചി, കാലങ്കോ, പെപ്പറോമിയ, ബിങ്കോണിയ. സ്റ്റെം തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നവ ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, ഗ്രേപ്പ്. റൂട്ട് വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നവ കറി ലീഫ്, ബ്രെഡ് ഫ്രൂട്ട്, വൈൽഡ് ജാക്ക് എന്നിവ. Do you know different methods for producing new plantlets? Yes, layering, grafting, budding and tissue culture. അതെ, വിവിധ കായിക പ്രജനന രീതികളായ ലെയറിംഗ് അതായത് പതിവയ്ക്കൽ, ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ, ബഡ്ഡിംഗ് അഥവാ മുകുളമൊട്ടിക്കൽ, ടിഷ്യൂ കൾച്ചർ ഇവയിലൂടെയൊക്കെ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണമുള്ള പുതിയ ചെടികൾ ലഭിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഏതാണ്? How can we produce a new plant having all the qualities of the parent plant? ഒരു സസ്യത്തിൻ്റെ അതേ ഗുണമുള്ള പുതിയ സസ്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണമുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. What is layering? Layering is a technique of vegetative propagation by which a new plant is produced on the stem by growing roots before it is separated from the parent plant. അതായത് ഒരു മാതൃസസ്യത്തിൻ്റെ ശാഖകളിൽ തന്നെ വേരുകൾ മുളപ്പിച്ച് ആ ഭാഗം വേർപെടുത്തി മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഇതിന് പല രീതികളുണ്ട്. What are the different types of layering? See, air layering. First one, air layering. വായുവിൽ പതിവയ്ക്കൽ. എക്സാമ്പിൾസ് ഗുവ ആൻഡ് കാഷ്യൂ. പേര, കശുമാവ്. സെക്കൻഡ് വൺ, മൗണ്ട് ലെയറിംഗ്. കൂനപ്പതിവയ്ക്കൽ. എക്സാമ്പിൾസ് ഗൂസ്ബെറി, ജാക്ക്. നെല്ലിക്ക, പ്ലാവ്. തേർഡ് വൺ, സിമ്പിൾ ലെയറിംഗ്. നിരപ്പിൽ പതിവയ്ക്കൽ. എക്സാമ്പിൾ ജാസ്മിൻ. ഫോർത്ത് വൺ, സെർപ്പൻറ്റൈൻ ലെയറിംഗ്. നാഗപ്പതിവയ്ക്കൽ. എക്സാമ്പിൾ പെപ്പർ. ഇവയെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നവയാണ്. What are the steps for air layering? See here. Step 1. Select a branch of the plant from which a sapling is to be produced. The branch must be pencil thick. The branches from the main stem are better. Peel off 1 centimeter of bark from the stem in a circular shape.
അതായത് പെൻസിൽ വണ്ണമുള്ള ഒരു പ്രധാന ശാഖ തിരഞ്ഞെടുത്ത് അതിൻ്റെ തൊലി 1 സെൻറ്റിമീറ്റർ വളയത്തിൽ മുറിച്ച് നീക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, cover the peeled off part with a slightly moistened mixture of coconut fiber, soil and sawdust. Cover it with a polythene sheet. Tie both ends with jute twine. Wet it with enough water to retain moisture. തൊലി മാറ്റിയ ഭാഗത്ത് നനവുള്ള മണ്ണും ചകിരിച്ചോറും മരപ്പൊടിയും ചേർത്ത മിശ്രിതം ഒരു പോളിത്തീൻ ഷീറ്റിൽ വെച്ച് പൊതിയുക. ചണനൂലുകൊണ്ട് 2 അഗ്രവും കെട്ടുക. ഈർപ്പം നിലനിർത്തുക. തേർഡ് സ്റ്റെപ്പ്, numerous roots will sprout within 2 months. Cut the branch and plant it in a pot till it is ready to be transplanted in the soil. 2 മാസത്തിനുള്ളിൽ ധാരാളം വേരുകൾ മുളച്ച ഈ ശാഖ മുറിച്ച് മണ്ണിലേക്ക് പറിച്ചു നടാവുന്നതുവരെ ഒരു ചട്ടിയിൽ നടുക. ഇപ്രകാരം നമ്മൾ നടത്തിയ ഈ പതിവയ്ക്കലിന് എന്തെല്ലാം സവിശേഷതകളാണുള്ളത്? ഓർ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലെയറിംഗ്? ലുക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. Most of the plants can be grown this way. മിക്കവാറും എല്ലാ ചെടികളും ഈ രീതിയിൽ നമുക്ക് വളർത്താം. സെക്കൻഡ് പോയിന്റ്, plants formed from layering do not have as much lifespan as plants formed from seed generation. They will be of smaller size too. പതിവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന സസ്യങ്ങളെക്കാൾ ആയുർദൈർഘ്യവും വലിപ്പവും കുറവായിരിക്കും. പതിവയ്ക്കലിലൂടെ ഉണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്നവയേക്കാൾ ആയുർദൈർഘ്യവും വലിപ്പവും കുറവായിരിക്കും. They have qualities of the parent plant. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. If layering is done on diseased plants, new plantlets will also be infected. രോഗബാധയുള്ള സസ്യത്തിൽ പതിവച്ചാൽ പുതിയ സസ്യവും രോഗബാധയുള്ളതായിരിക്കും. Flowering and fruiting of such plants are faster than those in plants formed from seeds. Flowering and fruiting of such plants are faster than those in plants formed from seeds. വളരെ വേഗത്തിൽ പൂക്കളും ഫലങ്ങളും ഉണ്ടാകുന്നു. Through this method, we can produce more saplings within a short period. ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. Layered plants do not possess the taproot system. ലെയറിങ്ങിലൂടെ ഉണ്ടാക്കിയ ചെടികൾക്ക് തായ്വേര് പടലം ഉണ്ടായിരിക്കുകയില്ല. They require more care. ഇതിന് കൂടുതൽ പരിചരണം ആവശ്യമാണ്. These are the features of layering. From these features, classify the merits and demerits. Try to do fast. Okay, now listen here. What are the merits of layering? Most of the plants can be grown this way. മിക്കവാറും എല്ലാ ചെടികളും നമുക്ക് ഈ രീതിയിൽ വളർത്താം. They have the qualities of parent plant. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ടായിരിക്കും. Faster flowering and fruiting. വളരെ വേഗത്തിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നു. Through this method, we can produce more saplings within a short period. ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇതെല്ലാം ഇതിൻ്റെ മെറിറ്റ്സ് ആണ്. What are the demerits of layering? They don't have much lifespan. ആയുർദൈർഘ്യം കുറവാണ്. They will be smaller in size. വലിപ്പം കുറവായിരിക്കും.
ലെയേർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പോസസ് ടാപ്പ്റൂട്ട് സിസ്റ്റം. ലെയേർഡ് പ്ലാന്റ്സിന് തായ്വേര് പടലം ഇല്ല, നാരുവേര് പടലമായിരിക്കും. ദേ റിക്വയർ മോർ കെയർ, നല്ല പരിചരണം വേണം. Okay children, we will learn other types of vegetative propagation on next class. Thank you.